ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. വിജയവാണി. SSLC പരീക്ഷാ സഹായി. മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിനു തങ്കച്ചി BP. പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. 2024 മാർച്ച് SSLC പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നാം. കേരള പാഠാവലി 1-ാം യൂണിറ്റും 2-ാം യൂണിറ്റിലെ 2 പാഠങ്ങളും നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. 2-ാം യൂണിറ്റിലെ കടൽ തീരത്ത് തൊട്ടുള്ള പാഠങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനിക സാഹിത്യകാരനായ OV വിജയൻ്റെ ഹൃദയസ്പർശിയായ ചെറുകഥയാണ് കടൽ തീരത്ത്. വധശിക്ഷയ്ക്ക് വിധിച്ച് കണ്ണൂർ ജയിലിൽ കഴിയുന്ന കണ്ടുണ്ണി എന്ന മകനെ കാണാനായുള്ള വെള്ളായപ്പൻ എന്ന സാധു പിതാവിൻ്റെ യാത്രയും അനുഭവവുമാണ് ഈ കഥ. കപട രാഷ്ട്രീയത്തിനുള്ളിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാതെ ഈയാംപാറ്റുകളെപ്പോലെ അതിനുള്ളിൽ പെട്ടുപോകുന്ന യുവതയുടെയും അവരിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ചിട്ട് പ്രാണൻ പറഞ്ഞ് ജീവിതമെരിഞ്ഞടങ്ങിപ്പോകുന്ന രക്ഷിതാക്കളുടെയും പ്രതീകമാണ് ഈ കഥയിലെ കണ്ടുണ്ണിയും വെള്ളായപ്പനും. സ്വന്തം ഗ്രാമത്തിനു വേണ്ടിയുള്ള ഒരു സമരത്തിൽ പങ്കെടുത്ത കണ്ടുണ്ണിയെ കൊലപാതക കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുന്നു. വധശിക്ഷയും വിധിക്കുന്നു. ജയിലിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് പ്രകാരം വെള്ളായപ്പൻ പാഴുതറയിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് പോകുന്നു. കോടച്ചി കെട്ടിക്കൊടുത്ത കണ്ണീർ നനവുള്ള ഒരു പൊതിച്ചോറുമായാണ് വെള്ളായപ്പൻ യാത്ര തിരിക്കുന്നത്. വഴിയിൽ കുട്ടിസൻ മാപ്പിളയെയും നീലിയെയും കാണുന്നു. മൗനത്തിലൂടെ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകളും സാന്ത്വനത്തിൻ്റെ നിറവും കൈമാറി അദ്ദേഹം യാത്ര തുടരുന്നു. പുഴ കടന്ന് തീവണ്ടി ആപ്പീസിലേക്ക് പോകുമ്പോൾ ഇളം ചൂടുള്ള പുഴവെള്ളം വെള്ളായപ്പനെ പലതും ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞു കണ്ടുണ്ണിയെ പുഴയിൽ കുളിപ്പിച്ചതും അപ്പൻ്റെ ശവം പുഴയിൽ കുളിപ്പിച്ചതും ഒക്കെയോർത്ത് പുഴ കടക്കുവോളം വെള്ളായപ്പൻ കരഞ്ഞു. അസ്തമയ കാഴ്ചകളും വെള്ളായിയെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു കണ്ടുണ്ണിയുടെയും സ്വന്തം അപ്പൻ്റെയും ഓർമ്മകൾ ഒരേ ക്യാൻവാസിൽ 2 ചിത്രങ്ങൾ എന്ന പോലെ വെള്ളായപ്പൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. തീവണ്ടി ആപ്പീസിലും കൂപ്പയ്ക്കുള്ളിലും അപരിചിതരുടെ അസഹനീയമായ സംസാരവും പരിഹാസവും കടന്ന് വെള്ളായപ്പൻ ജയിലിലെത്തുന്നു. എന്തു കുറ്റം ചെയ്തുവെന്ന് തനിക്കറിയില്ലെന്നും ഇനി അതൊന്നും ഓർക്കേണ്ടതില്ലെന്നും മകനും അപ്പനും മൗനത്തിലൂടെ അറിയിക്കുന്നു. വെളുപ്പാൻ കാലത്ത് പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ മകൻ്റെ മൃതശരീരം വെളിമ്പറമ്പിൽ സംസ്കരിച്ചിട്ട് വെള്ളായപ്പൻ നടന്നു കടൽ തീരത്തെത്തുന്നു. കോടച്ച് കെട്ടിക്കൊടുത്ത പൊതിച്ചോറ് തുറന്ന് ചോറ് നിലത്തേക്ക് തൂവിയപ്പോൾ വെയിലിൻ്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താനായി ഇറങ്ങി വന്നു. ഇവിടെ കഥ അവസാനിക്കുന്നു. പൊതിച്ചോറ് ബലിച്ചോറാകുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കഥയിൽ കാണാനാകുന്നത്. അനിർവചനീയവും അർത്ഥപൂർണവുമായ മൗനവും മൗനത്തിനുള്ളിൽ വിങ്ങുന്ന സ്നേഹവും ഈ കഥയുടെ പ്രാണനാണ്. യാത്രയിലുടനീളം വെള്ളായപ്പനോടൊപ്പമുള്ള പൊതിച്ചോറും ഈ കഥയിലെ വിങ്ങുന്ന കഥാപാത്രമാണ്. കഥാപാത്ര സൃഷ്ടിയിലെ സവിശേഷതകൾ, കാവ്യാത്മകമായ ഗദ്യഭാഷ, കഥാസന്ദർഭത്തിനിണങ്ങുന്ന പശ്ചാത്തല വിശേഷണങ്ങൾ, അവതരണ ശൈലി ഇവയിലെല്ലാം മുന്നിട്ടു നിൽക്കുന്നൊരു കഥയാണ് കടൽ തീരത്ത്. ആസ്വാദനം, കഥാപാത്ര നിരൂപണം, കഥയുടെ സമകാലിക പ്രസക്തി, ശീർഷകത്തിൻ്റെ ഔചിത്യം ഒക്കെ തന്നെയും ചോദ്യങ്ങളായി ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന 3-ാം യൂണിറ്റിൽ 3 പാഠങ്ങളുണ്ട്. പ്രലോഭനം, യുദ്ധത്തിൻ്റെ പരിണാമം, ആത്മാവിൻ്റെ വെളിപ്പാടുകൾ. മനസ്സിനുള്ളിലെ സംഘർഷങ്ങളെ കൊടിയ യുദ്ധങ്ങളാക്കി പരിണമിപ്പിക്കുന്നതും അത് സങ്കീർത്തനങ്ങളാക്കി മാറ്റുന്നതും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യജീവിതം ഹ്രസ്വവും അതിൽ നിന്ന് ഉരുവം കൊള്ളുന്ന കല ദീർഘവുമാണ്. ഉണ്ണായി വാര്യരുടെ നളചരിത മാട്ടക്കഥ 2-ാം ദിവസത്തിലെ 3-ാം രംഗമാണ് പ്രലോഭനം എന്ന പാഠഭാഗം. വിദർഭയിലെ ഭീമരാജാവിൻ്റെ മകൾ ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞതറിഞ്ഞ് കോപാകുലനായ കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലെത്തുന്നു. ദമയന്തിയെ സ്വന്തമാക്കിയ നിഷധ രാജാവ് നളനെ നശിപ്പിക്കാനായി
നളസഹോദരനായ പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നു. കലിയാണ് പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നത്. സ്വതവേ ബലഹീനനും ദുഷ്ചിന്തയുള്ളവനുമായ പുഷ്കരനെ സ്വാധീനിക്കാൻ കലിക്ക് വേഗം തന്നെ സാധിക്കുന്നു. കാര്യം സാധിക്കാനും മറ്റും നളനെയാണ് എല്ലാവരും ചെന്ന് കാണാറുള്ളത്. തനിക്ക് കുടയും വെഞ്ചാമരവും രാജ്യവും ഒന്നുമില്ലെന്ന് സങ്കടപ്പെടുന്ന പുഷ്കരനോട് നളനെ ചൂതുകളിക്ക് ക്ഷണിക്കാൻ കലി ആവശ്യപ്പെടുന്നു. ധനവും നാടും ധാന്യവുമൊക്കെ കൈക്കലാക്കാൻ ഞാൻ സഹായിക്കാമെന്നും കലി വാക്ക് നൽകുന്നു. ബലഹീനന്മാർ എളുപ്പം പ്രലോഭനങ്ങളിൽ വീഴുമെന്നും ബലഹീനന്മാരെ പ്രലോഭിപ്പിച്ച് തൻകാര്യം നേടിയെടുക്കാൻ ദുഷ്ടന്മാർ ശ്രമിക്കുമെന്നും ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ തനത് കലയായ കഥകളി ലോകപ്രസിദ്ധമാണ്. രംഗത്ത് അവതരിപ്പിക്കുന്നതിനെ കഥകളി എന്നും അതിൻ്റെ സാഹിത്യത്തെ ആട്ടക്കഥ എന്നുമാണ് പറയുന്നത്. പച്ച, കത്തി, കരി, മിനുക്ക് എന്നിങ്ങനെ പ്രധാനമായും 4 തരം വേഷങ്ങളാണ് കഥകളിയിലുള്ളത്. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളനുസരിച്ച് മറ്റു വേഷങ്ങളുമുണ്ട്. വെള്ളത്താടി, കറുത്ത താടി, ഹംസം, നാരദൻ എന്നിങ്ങനെയൊക്കെ. നായക വേഷങ്ങൾ പച്ചയും, വില്ലൻ വേഷങ്ങൾ അല്ലെങ്കിൽ പ്രതിനായക വേഷങ്ങൾ കത്തിയും, ദുഷ്ടകഥാപാത്രങ്ങൾ കരിയും, സ്ത്രീ കഥാപാത്രങ്ങൾ മിനുക്കുമായാണ് അറിയപ്പെടുന്നത്. പുഷ്കരൻ, കലി എന്നീ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ ഉത്തരങ്ങളായി വരത്തക്ക വിധമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അടുത്ത പാഠം യുദ്ധത്തിൻ്റെ പരിണാമം. ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിൻ്റെ നിരൂപണ കൃതിയാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. ഇതിലെ ഒരധ്യായമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. യുദ്ധം സർവനാശമാണെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തലമുറകളോളം അനുഭവിക്കേണ്ടി വരുമെന്നും ഈ കൃതി വിളിച്ചു പറയുന്നു. സർവനാശകാരിയായ കോപവും പകയും മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയണം എന്ന സന്ദേശമാണ് ഈ പാഠഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കരാറുകളെല്ലാം പാലിക്കപ്പെട്ടതൊന്നുമില്ല. വല്ലവിധവും പാണ്ഡവർ ജയിച്ചു. തുടച്ചതഞ്ഞ് പടക്കളത്തിൽ കിടന്ന ദുര്യോധനൻ്റെ അരികിൽ അശ്വത്ഥമാവെത്തി. പ്രാണൻ മാത്രം ശേഷിക്കുമ്പോഴും സ്വപ്രത്യയ സ്ഥൈര്യത്തോടെ പെരുമാറുന്ന ദുര്യോധനനോട് സർവ പാഞ്ചാലരെയും കാലനൂർ പൂകിക്കും എന്ന് പറഞ്ഞ് അശ്വത്ഥമാവ് പാണ്ഡവ പാളയത്തിലെത്തുന്നു. വിജയാഹ്ലാദത്തിൽ മതിച്ചുറങ്ങുന്ന ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി തുടങ്ങിയ യോദ്ധാക്കളെയും പഞ്ചപാണ്ഡവരൊഴികെ ശേഷിച്ച സൈന്യത്തെയും അശ്വത്ഥമാവും കൃപരും കൃതവർമാവും കൂടി കൊന്നൊടുക്കി. കാര്യങ്ങളറിഞ്ഞ പാണ്ഡുപുത്രൻ ഭീമൻ കാടേറിയ ദ്രൗണിയെ തേടിപ്പോയി. അയാളുടെ ശിരസിലെ ചൂടാമണി കൊണ്ടുവരണമെന്ന ദ്രൗപദിയുടെ ശപഥം നിറവേറ്റാനും കൂടിയായിരുന്നു അത് അപകടമാണെന്നറിഞ്ഞ കൃഷ്ണനും യുധിഷ്ഠിരനും അർജുനനും ഭീമന് പിന്നാലെ യാത്ര തിരിച്ചു. ഭാഗീരഥി കച്ചത്തിൽ വെച്ച് ആയുധമേന്തിയ ഭീമനെയും അർജുനനെയും കണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ദ്രൗണി അല്ലെങ്കിൽ അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അശ്വത്ഥമാവിന് നേരെ അർജുനനും അതേ അസ്ത്രം പ്രയോഗിച്ചു. ഭൂമിയുടെ നാശം കണ്ടറിഞ്ഞ് അർജുനൻ അത് പ്രതിസംഹരിക്കുകയും ചെയ്തു. താൻ പ്രയോഗിച്ച അസ്ത്രം പ്രതിസംഹരിക്കാൻ കഴിയാതെ ദ്രൗണി അത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അയച്ചു. പ്രാണൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അശ്വത്ഥമാവ് തൻ്റെ ചൂടാമണി പാണ്ഡവർക്ക് നൽകുകയും ചെയ്തു. ശേഷം പകമൂത്ത് പ്രതികാരദാഹിയായി വർത്തിച്ച അശ്വത്ഥമാവ് അഥവാ ദ്രൗണി എല്ലാം നഷ്ടപ്പെട്ട് കാട് കയറി. മനുഷ്യ മനസ്സിലെ പകയായി ചിരഞ്ജീവിയായി ഇന്നും അശ്വത്ഥമാവ് വർത്തിക്കുന്നു. പാഠഭാഗത്ത് സൂചിപ്പിക്കുന്ന ദുര്യോധനൻ്റെ സ്വപ്രത്യയ സ്ഥൈര്യം എന്ന പ്രത്യേകത ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധുരാജാദി എന്ന സമസ്ത പദത്തെ ഭീഷ്മർ, കർണൻ, ഗാന്ധാരൻ, സിന്ധുരാജൻ, ആദിയായ എന്നിങ്ങനെ ഘടകപദങ്ങളായി മാറ്റിയെഴുതാം. ഭാഗീരഥി കച്ചം, ഗജാശുരഥങ്ങൾ, യഥേഷ്ടം, മുകിൽ വർണ്ണൻ തുടങ്ങിയ സമസ്ത പദങ്ങൾ ഭാഗീരഥിയുടെ കച്ചം, ഗജങ്ങളും അശ്വങ്ങളും രഥങ്ങളും, ഇഷ്ടം പോലെ, മുകിലിൻ്റെ വർണ്ണത്തോടു കൂടിയവൻ എന്നിങ്ങനെ ഘടകപദങ്ങളാക്കി മാറ്റാം. അത്തരത്തിലുള്ള അനേകം പദങ്ങൾ പാഠഭാഗത്തുണ്ട്. യുദ്ധം സർവനാശമാണ്. യുദ്ധഭൂമിയിൽ കാണുന്നതിനേക്കാൾ എത്രയോ ദുരിതപൂർണമാണ് യുദ്ധത്തിൻ്റെ ഇരകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധത്തിനേക്കാൾ എത്രയോ മടങ്ങ് നാശകാരിയായ അന്തസംഘർഷങ്ങൾ ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നിങ്ങനെയുള്ള പരമമായ സത്യങ്ങൾ ഈ പാഠം ചർച്ച ചെയ്യുന്നു. യുദ്ധശേഷം മനുഷ്യർ നേരിടുന്ന അരക്ഷിതാവസ്ഥ തിരിച്ചറിയുമ്പോഴും അത് മനുഷ്യൻ തന്നെ നിർമ്മിക്കുന്ന ദുരന്തങ്ങളാണ് എന്ന സത്യം
വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഭാരത പര്യടനത്തിലൂടെ മാരാർ. അടുത്തത് ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗമാണ്. വിശ്വപ്രസിദ്ധ റഷ്യൻ നോവലിസ്റ്റായ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. അതിലെ 10ാം അധ്യായമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള മഹാപ്രതിഭയാണ് ദസ്തയേവ്സ്കി. അദ്ദേഹം അപസ്മാര രോഗിയായിരുന്നു. ചൂതുകളിയിലുണ്ടായിരുന്ന കമ്പം അദ്ദേഹത്തെ വൻ കടക്കാരനാക്കി. താൻ എഴുതാൻ പോകുന്ന കൃതിയുടെ അവകാശം വരെ പുസ്തക പ്രസാധകനായ സ്റ്റെല്ലോവ്സ്കിക്ക് വിൽക്കേണ്ടി വന്നു. കരാർ പ്രകാരം നിശ്ചിത സമയത്ത് പുതിയ നോവൽ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നതിനാൽ ആത്മസംഘർഷത്തിലായ അദ്ദേഹം നോവൽ രചനയുടെ സഹായത്തിനായി അന്ന എന്ന പെൺകുട്ടിയെ സ്റ്റെനോഗ്രാഫറായി നിയമിച്ചു. ദസ്തയേവ്സ്കിയുടെ ആരാധകൻ്റെ മകളായിരുന്ന അന്നയുടെ സ്നേഹസാന്നിധ്യവും പ്രവർത്തനങ്ങളും നോവൽ രചന പൂർത്തീകരിച്ച് കരാർ പാലിക്കാൻ ദസ്തയേവ്സ്കിയെ സഹായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷങ്ങൾ ഒരു സങ്കീർത്തനമായി പരിണമിക്കാൻ കാരണം ക്ഷമാപൂർവവും നന്മയും നിറഞ്ഞ ചിന്തകളും വിശുദ്ധ മനസ്സുള്ള അന്നയുടെ സാമീപ്യവുമാണ്. സാഹിത്യരചന എന്നത് നിലമൊഴുകുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല എന്നും അത് ആത്മാവിൻ്റെ വെളിപാടാണെന്നും ഈ പാഠത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നു. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് എന്ന ദസ്തയേവ്സ്കിയുടെ വാക്കുകൾ നിശ്ചയമായും ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപാടാണ്. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദിയിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നു എന്നാണ് അപ്പോൾ തോന്നിയത്. ഇത്തരത്തിലുള്ള കൽപ്പനകൾ വായനയെ തീവ്രമായ അനുഭവമാക്കി മാറ്റുന്നത് ഈ പാഠത്തിൽ നിന്ന് തിരിച്ചറിയാം. കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള കഥാകാരൻ്റെ പ്രയോഗങ്ങൾ വളരെ ഹൃദ്യമാണ്. രോഗാതുരതയും സാമ്പത്തിക ബാധ്യതയും ഒറ്റപ്പെടലും കൊണ്ട് വിങ്ങി വീർപ്പുമുട്ടുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെപ്പറ്റി ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു എന്ന് ദസ്തയേവ്സ്കിയെ കൊണ്ട് തന്നെ എഴുത്തുകാരൻ പറയിക്കുന്നു. സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ? നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിനേക്കാൾ പ്രയാസമുള്ള എന്തു പണിയാണ് ഈ ഭൂമിയിലുള്ളത്, അതും കുടില ബുദ്ധിക്കാരുടെ ഇക്കാലത്ത് എന്ന ദസ്തയേവ്സ്കിയുടെ വാക്കുകളിൽ ജീവിതത്തെപ്പറ്റിയും സാഹിത്യരചനയെപ്പറ്റിയുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരീക്ഷണങ്ങളുടെയും ദുരന്തങ്ങളുടെയും നിലയ്ക്കാത്ത പ്രവാഹമാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്നും അവ നമ്മെ സംസ്കരിച്ച് ശുദ്ധമാക്കുന്നുവെന്നും നന്മയുടെ പ്രചാരണമാണ് യഥാർത്ഥ സാഹിത്യം എന്നുള്ള എഴുത്തുകാരൻ്റെ തിരിച്ചറിവ് കൂടി ഈ നോവൽ സന്ദർഭത്തിലൂടെ വെളിവാകുന്നു. ആത്മസംഘർഷങ്ങൾ നേരിടുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലേക്ക് ഒരു സങ്കീർത്തനം പോലെ കടന്നുവരുന്ന അന്ന അനുവാചകൻ്റെ ഉള്ളിൽ നന്മയുടെ സംഗീതം നിറയ്ക്കുന്നു. ആസ്വാദനക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, ശീർഷകത്തിൻ്റെ ഔചിത്യം ഒക്കെ ചോദ്യങ്ങളായി ഈ ഭാഗത്തു നിന്ന് വരാവുന്നതാണ്. 2ാം യൂണിറ്റിലെ കടൽ തീരത്ത് എന്ന പാഠഭാഗവും 3ാം യൂണിറ്റിലെ 3 പാഠങ്ങളും ഇന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. 4ഉം 5ഉം യൂണിറ്റിലെ പാഠങ്ങളുമായി അടുത്ത ദിവസം എത്താം. പ്രിയപ്പെട്ടവർക്കെല്ലാം സ്നേഹമറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള 2ാമത്തെ ക്ലാസ്സാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിനു തങ്കച്ചി BP. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.